ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ എന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളി ഗ്ലാസ് സ്കിൻ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി മേക്കപ്പ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മേക്കപ്പ് കവറേജ് എന്നൊക്കെ പറയാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാൻ. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് നല്ല ഗ്ലേസ് ആയി കിട്ടാം, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകള്, പിമ്പിൾസ് ഒക്കെ ഇങ്ങനെ നമ്മൾ ഞെക്കി പൊട്ടിച്ചിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന പാടുകള്, അല്ലെങ്കിൽ കണ്ണിന്റെ താഴെയുള്ള കറുപ്പ്, ചിലർക്ക് ഇവിടെയൊക്കെ കറുപ്പ് വരാം, പിന്നെ ചിലർക്ക് 2 ഷെയ്ഡായിരിക്കാം മുഖം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ഒരുപാട് ക്രീമുകളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവാം, പക്ഷെ അതിൽ ചിലതിലൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ജെന്റ്സിന് ലേഡീസിന് എന്നൊന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഈ ഫൗണ്ടേഷൻ ഏതാണെന്ന് നമുക്ക് കാണാം. ഇതാണ് ഡെർമക്കോളിന്റെ, കണ്ടോ, ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഇതില് നമുക്ക് വരുന്നത് ഈ ഒരു പാക്കേജാണ്. ഈ ഒരു പാക്കേജിന്റെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു രീതിയിലാണ്, മനസ്സിലാവുന്നുണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൽ SPF 30 ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, സൺസ്ക്രീൻ യൂസ് ചെയ്യും. അപ്പൊ സൺസ്ക്രീൻ ഏറ്റവും നല്ലത് SPF 50 യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതില് SPF 30 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മേക്കപ്പ് കവറേജ് മാത്രമല്ല, നമുക്ക് സൺസ്ക്രീൻ ആയിട്ടും യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് വെറും സൺസ്ക്രീൻ മാത്രമല്ല കേട്ടോ, ഇതിൽ 30 മാത്രമേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ SPF 50 തന്നെ യൂസ് ചെയ്യാൻ, സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ SPF 50 തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ SPF 30 കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഈ ഒരു മേക്കപ്പ് കവറേജ് ഫൗണ്ടേഷനിൽ SPF 30 കൂടെ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം നമ്മുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ട്സ്, പിമ്പിൾസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോണത്. ഓൾറെഡി ഞാനിപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് നിങ്ങളോട് വീഡിയോ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് പേഴ്സണലി പറയാനുള്ളത് പോളി ഫൗണ്ടേഷൻ ആണ്. പോളി എന്ന് പറഞ്ഞാൽ പോളി ഫൗണ്ടേഷൻ ആണ്. ഇത് ഞാൻ ഒരുപാട് കാലം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫൗണ്ടേഷനെ പറ്റിയിട്ട്. പക്ഷെ ആ സമയത്ത് ഇതിന്റെ റേറ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്ര ആയിരുന്നില്ല. ഭയങ്കര എഫോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ നിന്നും സാധാരണക്കാർക്ക്, അതായത് 900-1000 രൂപ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് ചെറിയ വിലയ്ക്ക് നമുക്ക് ഇതിന്റെ സാമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സാമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇത് മോശമാണ് എന്നല്ല, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എത്രയാണ് ഇതിന്റെ റേറ്റ്, ഇതിന്റെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ അവരുടെ വെബ് പേജിൽ പോയിട്ട് ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട്സ്, പിന്നെ ആക്നി, ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലാക്ക് സ്പോട്ട്സ് റിമൂവ് ആവുന്നുണ്ട്, അതായത് ഹൈഡ് ആവുന്നുണ്ട്. നന്നായിട്ട് നമ്മളത് ഡാബ് ചെയ്യണം. പക്ഷെ ഇതിനുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഓയിലി കൺസിസ്റ്റൻസി ആയിരിക്കാം, പക്ഷെ ഇത് കുറച്ച് നമ്മുടെ തിക്ക് കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് സമയം എടുക്കും, കാരണം നമ്മുടെ മുഖത്തേക്ക് അത് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഈ ഒരു ഫൗണ്ടേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളത് അവിടെ മാത്രം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ മുഖത്തിന് ഒരുപാട് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്.
അത് ഞാൻ ഓൾറെഡി ഞാനത് പ്രൂവ് ചെയ്തതാണ്. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല എങ്കിലും, പക്ഷെ എനിക്കിത് എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനിൽ ഒന്നായി തീർന്നിട്ടുണ്ട്. കാരണം ഇത് നന്നായിട്ട് എൻ്റെ മുഖം കവറേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ മുഖത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മുഖത്ത് ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ മുഖത്ത് ഇനി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പൊ ഞാൻ എൻ്റെ കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇവിടെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. ബ്ലാക്ക് മാർക്കല്ല, ഇത് കൊതുക് കടിച്ചിട്ട് ഞാനിങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിച്ച് അതിനുശേഷം വന്ന ഒരു കലയാണ്. ഇതിപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റായി, പക്ഷെ ഈ കല മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എത്രത്തോളം ഇത് ഹൈഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് വലിയ കൺസിസ്റ്റൻസിയിലൊന്നും എടുക്കണ്ട, വളരെ കുറച്ച് മാത്രം എടുത്താൽ തന്നെ നമ്മുടെ എന്താ പറയാ ഈ ഒരു സ്പോട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് കുറച്ച് നല്ല രീതിയിൽ തന്നെ കറുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇത് ഫുള്ളായിട്ട് ഹൈഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചാണോ ഹൈഡ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അത്ര തന്നെയാണോ ഇത് ഹൈഡ് ആവുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ മുഖമായിട്ട് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ ഇവിടെയാണ് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇടാം. ഇത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്തിന് കണ്ടോ, ഇത് ഇപ്പൊ ഇട്ട സമയത്ത് തന്നെ കുറച്ച് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ ഒരുപാടായിട്ട് നമ്മുടെ അവിടെ ഇങ്ങനെ സെറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇത്രയും അധികമൊന്നും നിങ്ങൾ ഒരിക്കലും എടുക്കണ്ട. ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര അധികം എടുത്തു കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ മുഖം എത്രത്തോളം ഒരുപാടായാലും നമ്മുടെ മുഖം നമ്മൾ ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്ത പോലെ ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് കണ്ടോ നിങ്ങൾ ഹൈഡ് ആവുന്നുണ്ടോ ആ ഒരു ബ്ലാക്ക്. നോക്കിക്കേ എത്രത്തോളം അതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഈ കൈ മുഴുവൻ ഇടുകയാണെങ്കിൽ ഏകദേശം നല്ല സ്മൂത്ത്നെസ്സും നല്ല ഗ്ലേസിംഗ് ആയി മാറില്ലേ. അപ്പോൾ ഇത്രയധികം കവറേജ് നൽകുന്ന ഒരു ഫൗണ്ടേഷനാണ് ഞാനിപ്പോൾ കാണിച്ച ഡെർമാക്കോളിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ. അപ്പം ഇതിൽ നമുക്ക് നമ്മുടെ മുഖത്ത് പ്രോബ്ലംസ് ഒന്നും വരില്ല. ഓൾറെഡി ഞാനിത് മുഖത്തിട്ടതാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിപ്പം മുഖത്തിടാതെ എങ്ങനെ ഞങ്ങളിത് വിശ്വസിക്കുമെന്ന്. ഇത് മുഖത്ത് തന്നെ ഇട്ട് കാണിക്കാം. മുഖത്ത് ഓൾറെഡി ഞാൻ ഇട്ടതാണ്, എങ്കിലും ഞാൻ ഇട്ട് തരാം. കണ്ടോ സെറ്റായില്ലേ. അപ്പൊ എൻ്റെ കൈ നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ട ആ കറുപ്പ് കാണുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസീലർ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തും കൂടെ കൊടുത്താൽ നമ്മുടെ ഗ്ലാസ് സ്കിന്നിനെ വെല്ലുന്ന രീതിയിലായി മാറും. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫ് ആണ്. നമ്മളിപ്പം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ണിലൊക്കെ തെറിച്ചല്ലേ നമുക്കൊന്ന് ജസ്റ്റ് മുഖം കഴുകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് മുഖം കഴുകിയാലും ഈ ഒരു ഫൗണ്ടേഷൻ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മുഖത്തുനിന്ന് പോകുന്നില്ല. നന്നായിട്ട് നമ്മൾ കഴുകിക്കളിയാണെങ്കിൽ പോകുമെന്നല്ലാതെ ജസ്റ്റ് നമ്മുടെ മുഖം ഇങ്ങനെ കഴുകിയാലൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് കവറേജ് ആണ്. ഇത് ഫൗണ്ടേഷൻ ആണ്, അതുപോലെ തന്നെ ഇത് മേക്കപ്പ്, നമ്മുടെ മേക്കപ്പ് കവറേജ് എന്ന് തന്നെയാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫൗണ്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഇടാം. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കാവുന്നതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് സാമ്പിൾ ആണ്. ഇങ്ങനത്തെ 2 പാക്കറ്റ് ഞാനിപ്പോൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും സൂപ്പറാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഒന്നും കൂടെ വാങ്ങിച്ചത്. കാരണം പെട്ടെന്നെങ്ങാനും തീർന്നു പോയാൽ നമുക്കിത് കിട്ടാൻ വഴിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത്രക്കാണ് ഞാൻ പറയണത്. ഇത് കണ്ടോ, ഞാനിങ്ങനെ 2 പ്രൊഡക്റ്റ് ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് 2 തന്നെ വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ. ഇത് അഫോർഡബിൾ പ്രൈസ് ആയിട്ട് നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.